ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിന് ആധാരമായിട്ട് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 20 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു കൊള്ളട്ടെ. യോഹന്നാൻ 12:20 മുതൽ 26 വരെ. പെരുന്നാളിൽ നമസ്കരിക്കപ്പെടുവാൻ വന്നവരിൽ ചില യവനന്മാരുണ്ടായിരുന്നു. ഇവർ ഗലീലയിലെ ബെത്സയിദക്കാരനായ ഫിലിപ്പോസിൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, യജമാനനെ, ഞങ്ങൾക്ക് യേശുവിനെ കാണുവാൻ താല്പര്യമുണ്ട് എന്ന് അപേക്ഷിച്ചു. ഫിലിപ്പോസ് ചെന്ന് അന്ത്രയോസിനോട് പറഞ്ഞു. അന്ത്രയോസും ഫിലിപ്പോസും കൂടെ ചെന്ന് യേശുവിനോട് പറഞ്ഞു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും. ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും. ഇഹലോകത്തിൽ തൻ്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. ഞാൻ ഇരിക്കുന്ന ഇടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. 24-ാമത്തെ വാക്യം. ആമീൻ ആമീൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും. ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. വെരി ട്രൂലി ഐ ടെൽ യു, unless a grain of wheat falls to the earth and dies, it remains just a single grain. But if it dies, it bears much fruit. ശമൂവേൽ എബ്രഹാം ഷമ്മാശൻ ദൈവം പ്രിയദാസനെ ഒരത്ഭുതമാക്കാൻ ആഗ്രഹിക്കുന്നു. തയ്യാറാണോ? വിട്ടുകൊടുക്കാൻ, പൂർണ്ണ സമർപ്പണം ചെയ്യുവാൻ ഒരുക്കമാണോ? ഞാൻ സെമിനാരി സ്റ്റുഡൻസിനോട് വളരെ സ്നേഹത്തോടെ പറയുന്ന ഒരു ഫോർമുല ഇപ്രകാരമാണ്. നിങ്ങൾ ജീവിതത്തിൽ, നിങ്ങൾ ശുശ്രൂഷയിൽ അറിഞ്ഞുകൊണ്ട് കോൺഷ്യസ് മൈനസ് ഇടണം. ദൈവത്തിന് പ്ലസ് ആക്കാൻ വളരെ എളുപ്പമാണ്. ഒന്ന് ക്രോസ് ചെയ്താൽ മതി, മൈനസ് പ്ലസ് ആയി തീരും. ജീവിതത്തിൽ, മിനിസ്ട്രിയിൽ പ്ലസ് മാത്രം ആഗ്രഹിക്കുമ്പോൾ, എനിക്ക് എല്ലാം അനുകൂലമായി ലഭിക്കണം എന്ന് താല്പര്യപ്പെടുമ്പോൾ, ത്യാഗത്തിൻ്റെയും കുരിശിൻ്റെയും പാതയിൽ നമുക്ക് പങ്കില്ലാതെ വരും. ശമൂവേൽ എബ്രഹാം ഷമ്മാശൻ കശീശയുടെ നിയോഗം ദൈവത്തിനു വേണ്ടി ഒരു അത്ഭുതം ആയി തീരുന്നതിനത്രയും ദൈവത്തിനു വേണ്ടി ഒരത്ഭുതമാകണം. പട്ടംകൊടമ്പയോട് ബന്ധത്തിലുള്ള ആർഭാടവും പബ്ലിസിറ്റിയും അറിയാതെ നവപട്ടക്കാരിൽ ഒരു ആത്മനിവൃത്തി വരും. എന്നാൽ ഒരു അത്ഭുതമായി തീരുവാൻ വിട്ടുകൊടുക്കുന്ന ഒരനുഭവമായിരിക്കണം കശീശായുടെ നിയോഗം. ദൈവത്തിന് വേണ്ടി ഒരു അത്ഭുതമാകണമെങ്കിൽ രൂപാന്തരപ്പെടണം. ഇന്നുള്ള സ്ഥിതിയിൽ നിന്ന് മാറ്റം വരണം. ഇവിടെ വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ചാകണം, ഗോതമ്പ് മണി പോലെ ഇല്ലാതാകണം, നുറുക്കപ്പെടണം. കുർബാനയുമായി ബന്ധപ്പെട്ട് അപ്പമായി തീരണം, വീഞ്ഞായി തീരണം, മുന്തിരിച്ചക്കിലിട്ട് മെതിച്ച് പകരപ്പെടണം. ഒരു കശീശ ആയി പട്ടം കെട്ടപ്പെടുമ്പോൾ ശമൂവേൽ എബ്രഹാം അച്ഛൻ പ്രാർത്ഥിക്കണം, ദൈവമേ, ഈ സഭയിലൂടെ, ഈ ശുശ്രൂഷയിലൂടെ അങ്ങയുടെ നാമത്തിൽ എന്നെ ഒരു അതിശയം ആക്കണമേ. നമ്മളിപ്പോൾ വായിച്ചു കേട്ട വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 20 മുതൽ 26 വരെയുള്ള വാക്യങ്ങളുടെ വെളിച്ചത്തിൽ കശീശായുടെ 3 സ്വഭാവ വിശേഷങ്ങൾ അടയാളപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, കശീശ എപ്പോഴും എല്ലാവർക്കും എവിടെയും മറ്റുള്ളവർക്ക് അവൈലബിൾ ആയിരിക്കുന്ന വ്യക്തിയായിരിക്കണം, എത്തിപ്പെടാവുന്ന വ്യക്തിയായിരിക്കണം. 20-ാമത്തെ വാക്യത്തിൽ പെരുന്നാളിൽ നമസ്കരിപ്പാൻ വന്നവരിൽ ചില യവനന്മാരുണ്ടായിരുന്നു. ഗ്രീക്സ്, ഹെലിനിസ് എന്നൊക്കെ
ഇംഗ്ലീഷിൽ പറയാറുണ്ട്. ഇവരുടെ സ്ഥലം എവിടെ നിന്നും വന്നു എന്നോ ഏത് കാരണം കൊണ്ട് ഇവിടെ എത്തിപ്പെട്ടു എന്നോ അവിടെ വിവരിക്കുന്നില്ല. യവനന്മാർ അന്നത്തെ ലോകത്തിൽ വളരെ എഡ്യൂക്കേറ്റഡ്, പാണ്ഡിത്യമുള്ളവരായിരുന്നു. അവർ കൂടുതൽ ജ്ഞാനം സമ്പാദിക്കാൻ, വിസ്ഡം, പലയിടങ്ങളിൽ പോയിരുന്നു എന്ന് ചരിത്രത്തിൻ്റെ ഏടുകളിൽ നമുക്ക് കാണാവുന്നതാണ്. അവരുടെ കണ്ടുപിടുത്തം, അവരുടെ അന്വേഷണം, റിസർച്ച് ഇവിടെ വളരെ വ്യക്തമാണ്. ആദ്യം അവർ ഗലീലയിലെ ബെത്സയിദക്കാരനായ ഫിലിപ്പോസിൻ്റെ അടുക്കൽ ചെല്ലുന്നു. ഫിലിപ്പോസ് ചെന്ന് അന്ത്രയോസിനോട് പറഞ്ഞു. അന്ത്രയോസും ഫിലിപ്പോസും കൂടെ യേശുവിനോട് പറഞ്ഞു. യവനന്മാരുടെ ആവശ്യം, അവരുടെ ചോദ്യങ്ങൾ, അതിൻ്റെ പൂർണ്ണ ഗൗരവത്തിൽ കേൾക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന രണ്ട് ശിഷ്യന്മാരെ നാം ഇവിടെ കാണുന്നു. അല്ല, മറ്റൊരു ഭാഷയിൽ പറയുകയാണെങ്കിൽ കശീശയുടെ ശുശ്രൂഷ മറ്റുള്ളവരോട് ചേർന്ന് നിർവഹിക്കപ്പെടണം. പരിചയമില്ലാത്തവർ, മറ്റു ഭാഷ സംസാരിക്കുന്നവർ, ഇതര സംസ്കാരത്തിൽ നിന്നുള്ളവർ എന്ന് പറഞ്ഞ് അവരെ മാറ്റി നിർത്തുവാൻ ഫിലിപ്പോസിനും അന്ത്രയാസിനും കഴിയുമായിരുന്നു. ഈ മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന യേശു ശിഷ്യന്മാരുടെ നന്മ പ്രവൃത്തി അഭിനന്ദനാർഹമാണ്. അപരിചിതമായ യവനന്മാർക്ക് ഫിലിപ്പോസും അന്ത്രയോസും തങ്ങളെ തന്നെ അവൈലബിൾ ആക്കുന്നു. അവരെ സീരിയസ് ആയിട്ട് എടുക്കുന്നു. അവരുടെ ആവശ്യത്തിന് മുൻതൂക്കം നൽകുന്നു. സാധാരണ പറയാറുള്ള കാര്യം, ഇൻ മിനിസ്ട്രി ഇറ്റ് ഈസ് നോട്ട് യുവർ എബിലിറ്റി ദാറ്റ് കൗണ്ട്സ് മോസ്റ്റ് ബട്ട് യുവർ അവൈലബിലിറ്റി. മലയാളത്തിലോട്ട് ഇതിനെ തർജ്ജമ ചെയ്താൽ നമ്മുടെ ശുശ്രൂഷകളിൽ മികവുകളല്ല പ്രത്യേകമായി കണക്കാക്കപ്പെടുന്നത്, നമ്മുടെ ഗുണപരമായ സാന്നിധ്യം അത്രയും. രണ്ടാമതായിട്ട്, കശീശ മറ്റുള്ളവർക്ക് യേശുവിനെ കാണിച്ചു കൊടുക്കുന്നവനത്ര, അല്ലെങ്കിൽ മറ്റുള്ളവർ കശീശ യേശുവിൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് നൽകുന്നവനത്ര, പകരുന്നവരത്ര. 21-ാമത്തെ വാക്യത്തിൽ യവനന്മാരുടെ ആഗ്രഹം, ആവശ്യം, താല്പര്യം വളരെ കൃത്യമായിട്ട് പറയും. യജമാനനെ, ഞങ്ങൾക്ക് യേശുവിനെ കാണുവാൻ താല്പര്യമുണ്ട്. സർ, വി വിഷ് ടു സീ ജീസസ്. സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ യേശുവിനെ കാണുന്നതിന് ഞങ്ങൾക്കൊരവസരം ഒരുക്കണം, യേശുവുമായുള്ള ഒരു കൂടിക്കാഴ്ചക്കായിട്ട് ഞങ്ങൾക്കൊരു അപ്പോയിൻമെൻറ്റ് തരണം എന്ന് പറയുന്നത് പോലെ ഇവിടെ ഇരിക്കുന്നു. യവനന്മാരുടെ അദമ്യമായ ആവശ്യം ഫിലിപ്പോസ്, ആൻഡ്രൂവും അന്ത്രയോസും കൂടെ പൂർണ്ണമാക്കുന്നു. അവർ ഇരുവരും ചേർന്ന് യേശുവിൻ്റെ അടുക്കൽ ചെല്ലുന്നു. യേശുവിൻ്റെ മിഷൻ പ്രവർത്തനത്തിൻ്റെ അതിർ വരമ്പുകൾ വിശാലമാണ് എന്ന് കാണിക്കുക മാത്രമല്ല, യേശു അല്ലെങ്കിൽ മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നെത്തിയിരിക്കുന്നു എന്ന് തൻ്റെ ശിഷ്യന്മാരെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. യവനന്മാരും ഈ ശിഷ്യന്മാരും യേശുവും കൂടെ ഒരു ഉച്ചകോടി സമ്മേളനം, കൂടിക്കാഴ്ച നടത്തിയതായിട്ട് ഇവിടെ നാം കാണുന്നില്ല. സമ്മിറ്റ് എന്നാണ് പറയാറുള്ളത്. എന്നാൽ ഈ താല്പര്യം, യേശുവിനെ കാണാനുള്ള താല്പര്യം ക്രിസ്തീയ സഭയുടെ മിഷൻ പ്രവർത്തനത്തിന് പുതിയ വാതായനങ്ങളെ തുറക്കുന്നതായിരുന്നു. ശമൂവേൽ എബ്രഹാം അച്ഛൻ്റെ അടുക്കൽ ഈ ആഗ്രഹവുമായി ആളുകൾ പല രീതിയിൽ വരും. ഞങ്ങൾക്ക് യേശുവിനെ കാണുവാൻ താല്പര്യമുണ്ട്. വി വാണ്ട് ടു സീ ജീസസ്. വി വാണ്ട് ടു എക്സ്പീരിയൻസ് ദ പവർ ഓഫ് ജീസസ്. വി വാണ്ട് ടു ലിസൺ ടു ദ വിസ്ഡം ഓഫ് ജീസസ്. അവിടെ യേശുവിനെ പ്രതിനിധാനം ചെയ്യുന്നവനായിരിക്കണം, റെപ്രസെൻ്റ് ചെയ്യുന്ന ആളായിരിക്കണം കശീശ എപ്പോഴും അവൈലബിൾ ആയിരിക്കണം. യേശുവിനെ പ്രതിനിധാനം ചെയ്യുന്ന വ്യക്തി ആയിരിക്കണം. മൂന്നാമതായിട്ട്, കശീശ താൻ തന്നെ ഇല്ലാതാകുന്നതിലൂടെ, ശൂന്യവൽക്കരിക്കുന്നതിലൂടെ ലോകത്തിന് നന്മയുടെയും സമൃദ്ധിയുടെയും ജീവൻ്റെയും ഉണ്മ നൽകി അനുഗ്രഹിക്കും. ഇവിടെ യേശു
ക്രൂശിലൂടെ തൻ്റെ മരണത്തിലൂടെ സാധ്യമാകുന്ന അനന്തമായ സാധ്യതകൾ വിവരിക്കുന്നു. കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. ഫ്രൂട്ട്ഫുൾനെസ്, ഫലദായകമായ. കശീശ ഗുണപരമായ സാന്നിധ്യമായിരിക്കണം, ശുശ്രൂഷയ്ക്ക് ഒരുക്കമുള്ളവനായിരിക്കണം. കശീശ റെപ്രസെൻ്റ് ചെയ്യണം, പ്രതിനിധാനം, യേശുവിനെ പ്രതിനിധാനം ചെയ്യുന്ന ആളായിരിക്കണം. മാത്രമല്ല കശീശയുടെ ജീവിതം ഫലദായകമായിരിക്കണം, ഫ്രൂട്ട്ഫുള്ളായിരിക്കണം. ഇതൊരു പാരഡോക്സാണ്, വിരോധാഭാസമാണ്. മരണത്തിലൂടെയാണ് ജീവൻ, ഇല്ലാതാകുന്നതിലൂടെയാണ് നിത്യജീവൻ. ഒരു ക്രിസ്തീയ വിശ്വാസി സാക്ഷ്യം ഉള്ള വ്യക്തിയായിരിക്കണം. ഗ്രീക്കിൽ സാക്ഷ്യം എന്നുള്ളതിന് പറയുന്നത് മർട്ടൂറിയ എന്നുള്ള വാക്കാണ്. ആ വാക്കിൽ നിന്നാണ് മാർട്ടിയർ അല്ലെങ്കിൽ രക്തസാക്ഷി എന്നുള്ള പദം ഉണ്ടായിരിക്കുന്നത്. വിശ്വാസത്തിൻ്റെ പ്രായോഗിക അടയാളപ്പെടുത്തൽ അത്രേ ഈ ഫലം പുറപ്പെടുവിക്കുന്നത്, വിളവ് ഉണ്ടാകുന്നത്. സഭാ ശുശ്രൂഷകനായി തീരുന്നത് ദൈവരാജ്യത്തിന് വേണ്ടി അധികം ഫലം കായ്ക്കുന്നതിനത്രേ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. കർത്താവ് തൻ്റെ പർവ്വത പ്രസംഗത്തിൽ പറയുന്നത്, അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഈ അനുഭവം ഒരു പ്രൊമോഷനാണ്, സ്ഥാനക്കയറ്റമായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. 26-ാമത്തെ വാക്യം ശ്രദ്ധിക്കുക. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ, ഞാൻ ഇരിക്കുന്ന ഇടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. കശീശായി പട്ടം കെട്ടപ്പെടുന്ന ശമൂവേൽ എബ്രഹാം അച്ഛനെ ദൈവം മാനിക്കട്ടെ. ഈ ശുശ്രൂഷ പൂർണ്ണ സമയം ഫുൾ ടൈമായി ചെയ്യേണ്ട ശുശ്രൂഷ അത്രയും. എപ്രകാരമായിരിക്കണം ഈ ശുശ്രൂഷയെന്ന് ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങളിൽ ദൈവത്തെ സ്നേഹിക്കുന്നതിനെപ്പറ്റി ഇസ്രായേൽ മക്കളോട് ക്ഷമ അല്ലെങ്കിൽ കേൾക്ക എന്നുള്ള പാസേജിൽ പറയുന്നത്, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ഇവിടെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ ദൈവസ്നേഹത്തിൻ്റെ പുതിയ പതിപ്പുകൾ ആയി വിശ്വാസത്തിൻ്റെ സംഗതമായ ആവിഷ്കാരമായി കശീശായുടെ ജീവിതം തീരണം. എൻ്റെ പ്രിയ പിതാവ് അച്ഛൻ ഓരോ ഞായറാഴ്ചയും കുർബാന അനുഷ്ഠിക്കാനായിട്ട് പോകുമ്പോൾ പപ്പായെ പ്രാർത്ഥിച്ച് വിടുന്നത് എൻ്റെ മാതാവായിരുന്നു. മാതാവ് ആ പ്രാർത്ഥനയിൽ ഉപയോഗിക്കുന്ന ഒരു സെൻറ്റൻസ് ഇപ്രകാരമാണ്: കർത്താവേ, തേജസ്സിൻ്റെ ശുശ്രൂഷ തേജസ്സോടെ നിവർത്തിപ്പാൻ നിൻ്റെ ദാസനെ ശക്തീകരിക്കണമേ. ഞാൻ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും കട്ടിലിൻ്റെ അടുക്കൽ മുട്ടുകുത്തി ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് ഞാൻ കുർബാന അനുഷ്ഠിക്കാൻ പോവുകയുള്ളൂ. കർത്താവേ, തേജസ്സിൻ്റെ ശുശ്രൂഷ തേജസ്സോടെ നിവർത്തിപ്പാൻ സഹായിക്കണമേ. പപ്പ അച്ഛൻ്റെ ജീവിത അന്ത്യത്തിൽ പുഷ്പഗിരി ന്യൂറോ ICUവിൽ കിടക്കുമ്പോൾ ഞാൻ അവിടെ ചെന്നു. എൻ്റെ ദൈവത്തോടൊരു ചോദ്യം, എൻ്റെ പിതാവ് ആരാണ്? ഹൂ ഈസ് മൈ ഫാദർ? ദൈവം എൻ്റെ മനസ്സിൽ 3 വാക്യങ്ങൾ വളരെ കൃത്യമായി തന്നു. ഈ 3 വാക്യങ്ങൾ മാർത്തോമാ സഭയിലെ ഒരു കശീശായുടെ ജീവിതത്തിൽ വിളങ്ങി കാണണം, ശമൂവേൽ എബ്രഹാം അച്ഛൻ്റെ ജീവിതത്തിൽ തിളങ്ങണം എന്ന് പ്രത്യാശിക്കുന്നു. 1-ാമത്തെ വാക്യം, റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ഐ ആം നോട്ട് അഷെയിംഡ് ഓഫ് ദ ഗോസ്പൽ. 2-ാമത്തെ വാക്യം, റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം, തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കാം. ഓവർകം ഈവിൾ വിത്ത് ഗുഡ്. 3-ാമത്തെ വാക്യം, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 5-ാമത്തെ വാക്യം, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. ബ്ലെസ്സഡ് ആർ ദ മീക്ക്, ഫോർ ദേ വിൽ ഇൻഹെറിറ്റ് ദി എർത്ത്.